വെൽക്കം. ഇന്ന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത് ഒരു മിക്സി കണ്ടോ? ഈ മിക്സിൻ്റെ വൃത്തി നിങ്ങൾ നോക്കൂ. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഇതേ മിക്സി തന്നെയാണ്. ഇതെങ്ങനെയാണ് ഇത്രയും വെണ്മയിൽ ക്ലിയർ ആക്കിയതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മിക്സി കണ്ടോ? ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും അഴുക്കായി കിടക്കുകയാണ്. മുണ്ടുകൊണ്ട് നനച്ച് തോത്തിയാൽ ഒട്ടും വൃത്തിയില്ലായിരുന്നു. മാറ്റി വാങ്ങണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഐഡിയ പരീക്ഷിക്കാൻ വിചാരിച്ചത്. എവിടെയും കണ്ടിട്ടൊന്നുമല്ല കേട്ടോ. വിജയിക്കുമോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് ആദ്യം എടുത്ത വീഡിയോ പോയി ഞാൻ എടുത്തത് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് എല്ലായിടത്തും ഇങ്ങനെ തേച്ച് കൊടുത്ത്, എന്നിട്ട് ഒരു തുണി വെച്ചിട്ട്, കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചു കൊടുത്തു. ഇതേപോലെ തുടച്ചു കൊടുത്തപ്പോഴാണ് നല്ല രണ്ട് കളറ്, തുടക്കുന്നിടത്ത് നല്ല വെണ്മ തുടിക്കുന്ന കളറായി വരുന്നത് കണ്ടോ. ഈ സ്വിച്ചിൻ്റെ ഉള്ളിലെല്ലാം അയക്കായതുകൊണ്ട് ഞാൻ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് തോത്തി വരച്ചു കൊടുത്തു. അപ്പോൾ അതും ക്ലിയറായി കണ്ടോ. നിങ്ങൾ തന്നെ നോക്കൂ, എത്ര പെട്ടെന്ന്. ഞാൻ എത്ര കാലമായെന്നറിയോ പല വിധത്തിൽ സോപ്പിട്ട് കഴുകി നോക്കി, പല വിധത്തിലും ഞാൻ ചെയ്ത് നോക്കി, എന്നിട്ട് മഞ്ഞ കളർ പോകുന്നില്ലായിരുന്നു. പക്ഷേ ഇത് വെച്ച് തുടക്കുമ്പോൾ നല്ലൊരു വെണ്മ കളറ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അപ്പം അത് നിങ്ങൾക്കും ഒരു ഉപകാരമാവുമല്ലോ എന്ന് കരുതിയാണ്. കാരണം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഡേറ്റ് കഴിഞ്ഞ പേസ്റ്റ് ആയാലും മതി. ഞാൻ ടേസ്റ്റ് കഴിഞ്ഞ പേസ്റ്റൊക്കെ പല ആവശ്യത്തിനും എടുത്ത് തീർന്നു പോയിട്ടുണ്ട്. ഇത് ഞാൻ സാധാ ഉപയോഗിക്കുന്ന, കൂടുതൽ പേസ്റ്റും എടുത്തിട്ടില്ല, കുറച്ച് ഇങ്ങനെ അവിടെ ഇവിടെ തൊട്ട് കൊടുത്ത്. എന്ത് മാറ്റം! അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് കിട്ടിയത് പുതിയൊരു മിക്സി തന്നെയായിരുന്നു. ഇതുകൊണ്ടും കഴിഞ്ഞില്ല കേട്ടോ, വേറെയും ഉപകാരം ഞാൻ കണ്ടുപിടിച്ചു. സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലൊന്നും ഞാൻ വെള്ളം ആക്കിയിട്ടില്ലേ. പിന്നെ നമ്മുടെ അല്ലാത്തടത്ത് കുറച്ച് വെള്ളം, ആദ്യമൊന്നും വെള്ളം ആക്കിയിട്ടില്ല. അതാ ഈ ഭാഗത്ത് ഒത്തിരി വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് ആ ബ്രഷ് ഒന്ന് നനച്ചു, എന്നിട്ടത് കുടഞ്ഞു കളഞ്ഞു. അതിനുശേഷം ഒന്ന് നമുക്കിങ്ങനെ ഒരുക്കാനുള്ളത്. ഇനി വെള്ളം ആക്കണമെന്നില്ല, പേസ്റ്റിൻ്റെ അളവ് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കണ്ടോ മാറുന്ന കളറ് നിങ്ങൾ കണ്ടോ? അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതികൾ നിങ്ങളൊന്ന് സ്പീഡിൽ കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യൂ. എന്നിട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇപ്പോൾ നോക്കൂ, ഈ മിക്സി ആദ്യത്തെ മിക്സിയും തമ്മിലുള്ള മാറ്റം പുതിയ മിക്സി പോലെ തന്നെ ആയിട്ടുണ്ട്. അതേപോലെ വീട്ടിലുള്ള കട്ട് ചെയ്യുന്ന മിക്സി ഉണ്ടായിരുന്നു, ആ മിക്സിയും ഞാൻ അതേപോലെ തന്നെ ക്ലീൻ ചെയ്തു. പിന്നെയും വേറെ ഉള്ള ഉപകാരം ഞാൻ കാണിച്ചു തരാം. പേസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഐഡിയകളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ സ്വിച്ച് ബോർഡ്, അതേപോലെ ഗ്യാസ് അടുപ്പ്, അവിടെയൊക്കെ ഉള്ള കറകൾ ഞാൻ പോക്കി. ഇത് സിങ്കാണ്. സിങ്കിൽ ഇങ്ങനെ കറുത്ത ഒരു എച്ചിൽ പോലെ കെട്ടിക്കിടക്കുന്നുണ്ട്. എത്ര കഴുകിയിട്ടും വൃത്തിയാകുന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ സിഗ്നലിൻ്റെ പേസ്റ്റാട്ടോ എടുത്തത്. ഏത് പേസ്റ്റായാലും മതി. അത് ഒരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒപ്പിക്കൊടുത്ത്. അപ്പോൾ നിങ്ങൾ നോക്കൂ പോകുന്നത്. അത്ഭുതപ്പെട്ടു പോയി. അതുമാത്രമല്ല കേട്ടോ, അതേപോലെ നമ്മുടെ ബാത്റൂമിലൊക്കെ ഉള്ള ടൈൽസിന്മേലുള്ള കറകളില്ലേ, അതും പോകുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.